നാച്ചുറൽ എഡിബിൾസ് എന്ന ബ്രാൻഡ്, അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് കൊടുക്കുന്ന പലതരം ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു MNCയോ അങ്ങനെ ആരെങ്കിലും ഒരു കോടികൾ ഓഫർ ചെയ്തിട്ട് ഈ ഒരു ബ്രാൻഡ് മാത്രം ഞങ്ങൾക്ക് തരാമോ എന്ന ആവശ്യം ഉന്നയിച്ചാൽ എങ്ങനെയായിരിക്കും അതിനോടുള്ള പ്രതികരണം? ഇപ്പോൾ ഈ ബ്രാൻഡ് ഞാൻ ഉണ്ടാക്കുമ്പം ഞാൻ പണക്കാരിയായിട്ട് ഉണ്ടാക്കിയതല്ല ബ്രാൻഡ്, അല്ലേ? എൻ്റെ ആശയം കൊണ്ടാണ് ഞാൻ ബ്രാൻഡ് ഉണ്ടാക്കി. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ആശയത്തെ ഞാൻ തരാം. അതിന് പരിധികൾ വരാതെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല ഭക്ഷണം കൊടുക്കാൻ സന്നദ്ധമായി, അല്ലെങ്കിൽ അതിന് നിങ്ങൾ സോഴ്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നിന്നാൽ മതി, നിങ്ങളതിൻ്റെ പ്രൊക്യൂർമെൻറ്റിൽ നിന്നാൽ മതി, ഞങ്ങൾക്ക് ബിജിയെ ആവശ്യമാണ് എന്ന് പറഞ്ഞു വന്നാൽ ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാര്യം അപ്പോൾ എനിക്ക് കുറേ ബാരിക്കേഡ്, എൻ്റെ ഒരു ലോങ് റണ്ണ് അല്ലെങ്കിൽ ഞാൻ ഇനി മുന്നിൽ കാണുന്ന കുറച്ച് വർഷങ്ങളുണ്ട്. അപ്പോഴേ എനിക്ക് തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ല നാളെയോ മറ്റന്നാളോ ഞാനൊരു തിരിച്ചുവരവ് എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല. കാര്യം എനിക്കതിന് സമയം വേണം. ആ സമയം എന്ന് പറയുന്നത് എനിക്ക് പഠനത്തിനുള്ളത്, സാമ്പത്തികത്തിനുള്ളത് എല്ലാമാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. കഴിവുള്ളവർ വന്ന ആ ഒരു ഗ്യാപ്പ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ആര് വന്നാലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം എന്നാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്ന ഒരു മായാജാലവും ഭക്ഷണത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇന്നത്തെ അനാരോഗ്യമായ എല്ലാ അവസ്ഥയുടെയും പുറകിൽ ഭക്ഷണം തന്നെയാണ്. നിങ്ങളുടെ ആരോഗ്യകരമായ അവസ്ഥയുടെ പുറകിലും ഭക്ഷണം തന്നെയാണ്. എങ്ങനെ കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ബോധം വരാത്തിടത്തോളം കാലം നമുക്ക് ആരോഗ്യമുണ്ടാവില്ല. ഞാൻ കേരളത്തിലും മറ്റ് സ്റ്റേറ്റിലും എല്ലാം വിഷമില്ലാതെ കൃഷി ചെയ്യുന്ന ഫാമേഴ്സിനെ തപ്പിപ്പോയിട്ടുണ്ട്. ഞാൻ പൊട്ടറ്റോ ഫാമിംഗ് ചെയ്യുന്ന കുന്നൂര് പോകുമ്പോൾ ഞാൻ കാണുന്നത് ഒരു പൊട്ടറ്റോയെക്കാളും വലുപ്പത്തിൽ വിഷമിട്ടിട്ടാണ് ആ പൊട്ടറ്റോ നടുന്ന അവസ്ഥയിൽ തന്നെ. ഞാൻ അത് എൻ്റെ മൂക്ക് ഞാൻ അടച്ചിട്ട് എൻ്റെ ഈ രണ്ട് വശത്തോട്ടും ഒരു സാധനം ഇങ്ങനെ കയറിപ്പോയ പോലെയാണ്. ഒരു നീഡിൽ പാസ് ചെയ്ത ഫീലാണ് അവരാ ബാഗ് പൊട്ടിച്ചപ്പോൾ എനിക്ക് വന്നത്. ഞാൻ കാര്യം ഒട്ടും ഇതിനോട് ഇതുള്ള ആളല്ലല്ലോ. എൻ്റെ ഒരു ദിവസം മൊത്തം അത് കളഞ്ഞു. എനിക്ക് ഒരു നീഡിൽ എൻ്റെ രണ്ട് വശം സ്റ്റക്കായി നിൽക്കുന്ന പോലെയായിരുന്നു. ഇത് പൊട്ടിച്ച ഈ കെമിക്കൽ, ഈ ഫെർട്ടിലൈസേഴ്സ്, ഈ പറയുന്ന പെസ്റ്റിസൈഡ്സിൻ്റെ ബാഗെല്ലാം പൊട്ടിച്ചപ്പം എനിക്കുണ്ടായ അവസ്ഥ. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലം കാണാൻ ഞാൻ പോയി. മനോഹരമായ ക്യാരറ്റ് തോട്ടം, പൊട്ടറ്റോ തോട്ടം. അദ്ദേഹം വിൽക്കാൻ വേണ്ടി വെച്ച പൊട്ടറ്റോയുടെ വലിപ്പം ചെടി ഇത്രയും, അവർ യൂസ് ചെയ്യാനുള്ളതിന് ഇത്രയും, സെയിം ദിവസം നട്ടതാ. ഇതിന് നോ ഫെർട്ടിലൈസർ, നോ കെമിക്കൽ, നത്തിങ് ആഡഡ്. ഇതിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മളൊരു ഭംഗിവാക്കല്ലെന്നേ. അതിപ്പോ ഒരു മീഡിയ പറയുകയാണ് 2 തരം അവിടുത്തെ കർഷകൻ. അതുണ്ട്, നേരിൽ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ചെടി വളർന്നു വരുമ്പോൾ റിക്വയർമെൻറ്റ് വന്നാൽ ഇത് വാടാനായിട്ട് 2-3 ദിവസത്തേക്ക് അതിനകത്ത് മരുന്ന് ചെയ്യുന്നു, അത് വാടുന്നു, അത് വിൽക്കുന്നു. അപ്പം അത് കംപ്ലീഷൻ ആയിട്ടില്ല. അതായത് ഒരു ചെടി, ഒരു കിഴങ്ങ് നമ്മൾക്ക് കഴിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആകാതെയാണ് അത് നിങ്ങൾ കഴിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അത് ആരുടെ കുഴപ്പമാണ്? ഒരു ഫാർമർ 2 വർഷം ഈൽഡിൽ അയാൾക്ക് ജീവിക്കാനുള്ള വകുപ്പില്ലെന്നേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഇതൊരു 4 വട്ടം ആക്കിയാലോ എന്ന്. അയാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഇല്ലേ? അയാൾ അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഈൽഡ് കൂട്ടുക. അപ്പം രാസവളം ഇട്ട് കൃഷി ചെയ്യുന്ന ഒരു നെൽകർഷകൻ 3.5 ടൺ ഒരു ഏക്കറിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ 1.5 ടണ്ണാണ് എടുക്കുന്നത്. ഈ 3.5 ടണ്ണിന് എന്ത് ഗുണം? അയാൾ നോക്കുന്ന ഈൽഡ് മാത്രമാണ്. ബിക്കോസ് ആ ഈൽഡ് അയാൾക്ക് പണം കൊടുക്കുകയുള്ളൂ, അല്ലേ? പ്രോഫിറ്റബിലിറ്റി ആണ് നോക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ കണ്ടതാണ്. അതായത് ഇത് മൊത്തം പാകമായി അതെടുക്കുകയുള്ളൂ. ഇത് എപ്പോൾ ആവശ്യം വന്നോ, മേട്ടുപ്പാളയത്ത് നിന്ന് എപ്പോൾ വിളി വന്നോ അപ്പോൾ ഇത് റെഡി. പിന്നെ വേറൊരു വെല്ലുവിളി ഞാൻ നേരിട്ടത് എന്നാന്ന് പറഞ്ഞാൽ, വെറുതെ ഓർഗാനിക്കാന്ന് പറയുന്ന കുറേ മനുഷ്യരുണ്ട്. ഈ പാലക്കാടെയൊക്കെ അഡ്രസ്സ് വെച്ച് പല ഇത് വരും. അവിടെയൊന്നും ഞാൻ അങ്ങനെ ഒരു സ്ഥാപനവും ഇല്ല, അങ്ങനെ ഒരു ബോർഡും ഇല്ല, ഒന്നുമില്ല. പാലക്കാട് പച്ചക്കറി കൃഷി രാസവളം ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ചില ഏരിയകളുണ്ട് കൊടും വിഷം ഉപയോഗിച്ച് അവിടെ ചെയ്യുന്നത്. വ്യാവസായികമായ അടിസ്ഥാനത്തിൽ ഇത് വരണം, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു മോണിറ്ററി ബെനിഫിറ്റിലേക്ക് കൃഷിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും എല്ലാം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വലിയ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ എൻകറേജ് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, 1 ഏക്കറുള്ള ഒരാൾ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരുന്നു,
ഒരു സെന്റ് ഇല്ലാത്ത ഒരാൾ മുന്നോട്ട് വരുന്നു, നമ്മൾ ആരെയും കൂടെ പ്രോത്സാഹിപ്പിക്കണം. ഒരേക്കറുള്ളവന് കൊടുക്ക്. ഒരു സെന്റ് ഇല്ലാതെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ അയാളുടെ ഉള്ളിലെ ആവേശത്തിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി അവനെ നിലനിർത്താനുള്ള വകുപ്പ് ഇവിടെ വേണമെന്നേ. അല്ലാതെ അവനോട് ആടിയാധാരവും ആധാരവും കൊണ്ടുവരാൻ പറയരുത്. ട്രയൽ നോക്ക്. എന്താ നമ്മളൊരു ട്രയൽ നോക്കാത്ത ഇവിടെ? അത് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയാനുള്ളതാണ്. അതായത് ഇപ്പോൾ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിൻ്റെ കോടികൾ ലോൺ എടുത്ത് കട്ടുമുടിച്ച് പോകുന്ന വലിയ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഒരു സൈഡിലുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ചെറിയ കൃഷിയുടെ വായ്പ എടുത്തിട്ട് ജീവിതം ഒരു കയറിൽ തൂങ്ങിയാടുന്ന കൃഷിക്കാർ. മണ്ണിലിറങ്ങി പണിയുന്ന ഒരാൾ എന്ന് പറയുന്നത് ആ ഫീൽ എല്ലാവർക്കും ഇല്ല. മണ്ണിലിറങ്ങി പണിയണം എന്ന് തോന്നുന്ന ഒരു വികാരമുണ്ട്, മണ്ണിനോടുള്ള സ്നേഹം, മൃഗങ്ങളോടുള്ള സ്നേഹം. അപ്പോൾ ആ സ്നേഹമുള്ള ആൾക്കാർ ഇന്ന് കുറഞ്ഞു വരികയാണ്. പാലക്കാട് എൻ്റെ ജോലി ചെയ്യുന്നവരുടെ മക്കളെല്ലാം ഇന്ന് ഉദ്യോഗസ്ഥരാണ്. ഞാൻ 10 വർഷം മുമ്പ് തൊഴിലെടുപ്പിച്ചവരുടെ മക്കളെല്ലാം ഇന്ന് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരെന്താ പറയുന്നത്, അമ്മ നിങ്ങളിനി പണിക്ക് പോകണ്ടാട്ടാ എന്ന് പറയും. മനസ്സിലായോ? മാടിനെയൊക്കെ വിക്കി പറയും, മാടിനെയൊക്കെ കുടുക്കി പറയും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ കഴിഞ്ഞിരുന്ന ഒരു വീടിന്ന് ആ രീതി മാറി. പാല് പുറത്തുനിന്ന് മേടിക്കണം, കോഴിമുട്ട പുറത്തുനിന്ന് മേടിക്കണം, അന്നതൊന്നും വേണ്ട. അപ്പം ഞാൻ പറയുന്നത് ഗ്രാമങ്ങൾ പോലും മാറ്റങ്ങൾ കാണുക. എനിക്ക് അതിശയം വന്ന ചിറ്റൂര്, ഞാൻ ഈയിടെ ഇഡലിക്കട തപ്പിയിട്ട് അവിടെ മുഴുവൻ കുഴിമന്തി കട കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാര്യം ചിറ്റൂര്, ഞാൻ ആദ്യം പോയി പാലക്കാട് ജില്ലയിൽ എൻ്റെ 26 വയസ്സിൽ ഞാൻ പോയി പെടുന്നത് ചിറ്റൂരാണ്. കല്യാണപേട്ടയിലാണ്. മീശമാധവനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത ആ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു പത്രം എന്ന് പറഞ്ഞാൽ 11 മണിയാവണം. ഒരു ബസ് രാവിലെ 2 ബസ് പോയാൽ വൈകിട്ട് 2 ബസ്സുള്ളൂ. ആ സ്ഥലത്ത് നിന്ന് കുഴിമന്തിയും ബിരിയാണിയും അൽഫാമും ഒക്കെ കിട്ടുന്നതെന്ന് കാണുമ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി പഴനി പോകുമ്പോൾ, ഈ പഴനി എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ. അത് നമ്മുടെ പാലക്കാട് ജില്ല വിട്ട് ഏകദേശം പഴനിയോട് തൊട്ടടുക്കുന്നവിടം വരെ ഒരു ചായക്കട പോലും ഇല്ല, ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ല. നമ്മൾ പഴനി ചെന്നാൽ പോലും ഒരു 9 മണി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇല്ല അവിടെ. അപ്പോൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോഴും കുറേയൊക്കെ ബോധം, അവർ പഴഞ്ചനായിക്കോട്ടെ അല്ലെങ്കിൽ പഴമക്കാരായിക്കോട്ടെ, പക്ഷേ അവർക്ക് ആരോഗ്യം നിലനിർത്താനുള്ള ഒരുപാട് വഴികൾ അവർക്കുണ്ട്. അവരുടെ ചേരുവകളായിക്കോട്ടെ, ഭക്ഷണ ജീവിത സമ്പ്രദായങ്ങളായിക്കോട്ടെ, പ്രാർത്ഥനകളായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. ഇവിടെ മലയാളി 4 നേരം കുളിക്കും, അവർ ചിലപ്പോൾ 4-5 ദിവസം കൂടുമ്പോഴേ തല നനയ്ക്കുള്ളായിരിക്കും, പക്ഷേ ആരോഗ്യം അവർക്കുണ്ട്. ഒരു മെഡിക്കൽ സ്റ്റോർ നമ്മൾ ചെന്നാൽ കാണില്ല. ഞാൻ താമസിക്കുന്ന കാക്കനാട്, ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് തന്നെയാണ് 5 മെഡിക്കൽ സ്റ്റോറുണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറി അടുത്ത അതേ കമ്പനിയുടെ വേറെ മെഡിക്കൽ സ്റ്റോറുണ്ട്. നിങ്ങൾ കാണേണ്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല, ആൻറ്റിബയോട്ടിക്കുകൾക്ക് ഈയിടെ നിരോധനം വന്നില്ലേ? എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് കുറിപ്പടി കൊണ്ടുവരാതെ ഇവരെടുത്ത്. എന്തിനാണ് ഒരു ആൻറ്റിബയോട്ടിക് ഒരാൾക്ക് കൊടുക്കുന്നത്? അപ്പോൾ അത് പിന്നെ റെഫറൽസ്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഏത് ബാക്ടീരിയയാണ്, എന്താണ് അവരുടെ പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് അതിനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ, ഏത് സാംക്രമിക രോഗങ്ങളും ഇത്ര വേഗം ജനങ്ങൾക്ക് പറ്റുന്നത് ആൻറ്റിബയോട്ടിക് ആധിപത്യം ആയി. ആവശ്യമില്ലാതെ എല്ലാം കഴിച്ച് ബോഡി വീക്കായി. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഗ്രാമപ്രദേശങ്ങളിൽ വരെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകൾ വരാൻ തുടങ്ങി. ഗ്രാമപ്രദേശങ്ങളിൽ അത് വരാൻ തുടങ്ങി. മുക്കിലും മൂലയിലും മെഡിക്കൽ സ്റ്റോർ വന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ ആരോഗ്യം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇല്ലെന്നാണ്. മണ്ണിൽ തുടങ്ങുന്ന ആ ജീവിതം, മണ്ണിൽ അവസാനിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പോലെ, മണ്ണിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ നിങ്ങൾ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അയാൾക്ക് എല്ലാം നിഷേധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് നിങ്ങൾക്കൊരു നല്ല പ്രൊഡക്റ്റ് തരാൻ പറ്റില്ല. കുറുക്കു വഴികളിലൂടെ എങ്ങനെ ഉൽപ്പാദനം കൂട്ടാം എന്ന് ആലോചിക്കുമ്പോൾ തകരുന്നത് ആരോഗ്യമാണ്. സോ സമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും വളരെ പ്രസക്തമായി അല്ലെങ്കിൽ വളരെ പ്രയോറിറ്റിയിൽ കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലായാലും ഏതൊരു വ്യക്തിയും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഫുഡിൽ പ്രയോറിറ്റൈസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല.